ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീത ദൈവ ജനമേ, നമ്മുടെ കർത്താവ് എൻ്റെ നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാൽവരിയിൽ യാഗമായി തീർന്നതിനെ ഓർക്കുന്ന, അതിനെ അനുസ്മരിക്കുന്ന ഈ പരിശുദ്ധമാകുന്ന വെള്ളിയാഴ്ചയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ആ പരിശുദ്ധമാകുന്ന സംഭവത്തെ അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ, ഈ പരിശുദ്ധമാകുന്ന ദേവാലയത്തിൽ കടന്നു വരുവാൻ, ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാൻ, പാടിപ്പുകഴ്ത്തുവാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ അവസരത്തിനായിട്ട് ആദ്യമേ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ടിൻ്റെ 2 വരി ആലപിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കർത്താവിൽ അനുഗ്രഹീത ദൈവ ജനമേ, ധ്യാനം എന്ന് പറയുന്നത് ദൈവ ശബ്ദം കേൾക്കുവാനുള്ള ഒരു അവസരമാണ്. ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ലോകപ്രകാരമുള്ള പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്, അതിൻ്റെ പുറകെ ഓടി പോകാറുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദമൊന്ന് കേൾക്കുവാനായിട്ട്, ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്, ദൈവവചനത്തിൽ നിന്ന് എന്നോട് എന്താണ് സംസാരിക്കുന്നത്, അവന് എന്നോട് എന്താണ് പറയുവാനായിട്ട് ഉള്ളത് എന്ന് ഒന്ന് ശ്രദ്ധിക്കുവാനുള്ള അവസരമാണ് ധ്യാനം എന്ന് പറയുന്നത്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശമൂവേൽ ബാലൻ ദൈവ ശബ്ദത്തിനായിട്ട് കാതോർക്കുന്നതായിട്ട്. ഏലി പുരോഹിതന്റെ സമീപത്ത് താമസിക്കുമ്പോൾ ശമൂവേൽ ബാലൻ തന്നെ ആരോ വിളിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. പുരോഹിതന്റെ അടുക്കൽ വന്നിട്ട്, അങ്ങാണോ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. വീണ്ടും ആ ശബ്ദത്തിന് കാതോർക്കുമ്പോൾ ശമൂവേൽ ബാലന് സാക്ഷാൽ പിതാവാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. അതിനെ തുടർന്ന് ശമൂവേൽ ബാലൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൗത്യം, വലിയൊരു ഉത്തരവാദിത്വം വന്ന് ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ധ്യാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കണം. വീണ്ടും ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ യാചനകളെ ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള അവസരമാണ്. ഈ പുണ്യഭൂമിയിലേക്ക് ഓരോരുത്തരും കടന്നു വരുമ്പോൾ, ഈ പരിശുദ്ധന്റെ കവറങ്കിലേക്ക് ഓരോ വ്യക്തിയും കടന്നു വരുമ്പോൾ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അനേകമായ ആഗ്രഹങ്ങളുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള അപേക്ഷകളുണ്ട്. ഈ യാചനകളെ ദൈവ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുവാനായിട്ട്, എൻ്റെ യാചനയിൽ നിന്റെ ഇഷ്ടം നിറവേറണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ധ്യാനത്തെ കാണേണ്ടിയിരിക്കുന്നു. ധ്യാനം എന്ന് പറയുന്നത് ദൈവ സന്നിധിയിൽ നമ്മുടെ യാചനകളെ സമർപ്പിക്കുവാനുള്ള അവസരമാണ്. വീണ്ടും ധ്യാനം എന്ന് പറയുന്നത് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ
രൂപാന്തരത്തിനുള്ള ഒരു അവസരമാണ്. ഏതൊരു വസ്തുവും മെച്ചപ്പെട്ടതായിട്ട് തീരണമെങ്കിൽ ഒരു രൂപാന്തരം ആവശ്യമാണ്, ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു രൂപാന്തരത്തിനാണ് ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പരിശുദ്ധമായ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, ലോകത്തിലെ ഞാൻ എങ്ങനെ ജീവിച്ചോ, ലോകപ്രകാരം എങ്ങനെ ആയിരുന്നുവോ, അതിൽ നിന്ന് ഒരു പടിയെങ്കിലും ശ്രേഷ്ഠമായ ഒരു നിലയിലേക്ക്, ഒരു പടിയെങ്കിലും രൂപാന്തരം പ്രാപിച്ച അനുഭവത്തിലേക്ക് ഞാനൊന്ന് ഉയരണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ രൂപാന്തരത്തിനുള്ള അവസരമാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പാടാറുണ്ട്, ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. ധ്യാനപീഠത്തിലേക്ക് ഒന്ന് കയറുവാനായിട്ട് ദൈനംദിനമുള്ള ജീവിതത്തിൽ നിന്ന് ഒരു പടി കൂടി ഉയർന്ന് രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു അവസരമാണ് ധ്യാനം എന്ന് പറയുന്നത്. യേശുതമ്പുരാൻ്റെ ജീവിതത്തിലും ഇതുപോലെ രൂപാന്തരത്തിനായിട്ട് ധ്യാനത്തെ സമീപിച്ച അനേക അവസരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറുരൂപ മലയുടെ അനുഭവത്തിൽ അവൻ രൂപാന്തരപ്പെടുന്നുണ്ട്. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നുണ്ട്. ലോകത്തിലായിരുന്നപ്പോൾ എത്ര പ്രകാശത്തിൽ യേശുതമ്പുരാൻ മനുഷ്യരോട് സംസാരിച്ചുവോ, അതിൽ നിന്ന് ഒരു പടി കൂടി ഉയർന്ന പ്രകാശിച്ച ഒരു അനുഭവത്തിൽ താബോർ മലയിൽ നമുക്കവനെ കാണുവാനായിട്ട് സാധിക്കും. ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോഴും, ദൈവമേ, ലോകപ്രകാരം ഉള്ളതിൽ നിന്ന് കൂടുതലായിട്ട് നിന്റെ സന്നിധിയിൽ നിന്ന് പ്രകാശത്തെ, തേജസ്സിനെ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കനാവിലെ കല്യാണത്തിൻ്റെ ഞായറാഴ്ച നമ്മൾ വെള്ളത്തെ മേൽത്തരമായ വീഞ്ഞാക്കിയ സംഭവത്തെ കാണുന്നുണ്ട്. തൻ്റെ സൃഷ്ടാവിനെ കണ്ടപ്പോൾ, തൻ്റെ രക്ഷിതാവിനെ കണ്ടപ്പോൾ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമായ വെള്ളം പോലും മേൽത്തരമായിട്ട് തീരുന്നു, ശ്രേഷ്ഠമായിട്ട് തീരുന്നുവെങ്കിൽ, നഗ്നനേത്രങ്ങൾ കൊണ്ട് സാക്ഷാൽ പിതാവാൻ ദൈവത്തെ കാണുന്ന നമ്മുടെ രക്ഷിതാവിനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ദർശിച്ചുകൊണ്ട് ഈ ആലയത്തിലിരിക്കുന്ന നാം, വെള്ളത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠരായ നാം രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടത് എത്ര ആവശ്യമാണ് എന്ന് അവനവൻ തന്നെ ഒന്ന് ചിന്തിക്കുക. ധ്യാനം എന്ന് പറയുന്നത് രൂപാന്തരത്തിനുള്ള അനുഭവമാണ്. തിരുവചനം എന്നോട് എന്ത് സംസാരിക്കുന്നു, ദൈവവചനത്തിൽ നിന്ന് ഞാൻ എന്ത് കേൾക്കുന്നു, അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുന്നുവെങ്കിൽ രൂപാന്തരത്തിനുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞുവെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഞാൻ ആമുഖമായിട്ട് ഓർമ്മിപ്പിച്ചതുപോലെ ദേവാലയവുമായിട്ടും ദേവാലയ ജീവിതവുമായിട്ടും നിരന്തര ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ രക്ഷിതാവിന് ഉണ്ടായിരുന്നത്, സാക്ഷാൽ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 46-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. സന്ദർഭം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യേശുതമ്പുരാൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തിരുവചനം സാക്ഷിക്കുന്നതായാണ് പതിവായിട്ട് ദേവാലയത്തിൽ പോകുന്ന ഒരു കുടുംബം. നമ്മളിൽ പലരും പതിവായിട്ട് പരിമല ദേവാലയത്തിലെല്ലാം വരാറുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ യെരുശലേം ദേവാലയത്തിലേക്ക് പതിവായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം യേശുതമ്പുരാനോടൊന്നിച്ച് മാതാവും പിതാവും എല്ലാം പെരുന്നാളിനായിട്ട് പോകുന്നു. പെരുന്നാളിൻ്റെ ആചാരവട്ടങ്ങളെല്ലാം, ചട്ടവട്ടങ്ങളെല്ലാം തികച്ചതിന് ശേഷം സ്വഭവനത്തിലേക്ക് യാത്രയാകുന്നു. യാത്രാമധ്യേ യേശുതമ്പുരാനെ അവർ അന്വേഷിക്കുന്നില്ല. ചാർച്ചക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാമെന്ന് കരുതുന്നു. 3 ദിവസത്തെ വഴിയാത്ര കഴിഞ്ഞതിന് ശേഷം ബന്ധുമിത്രാദികളെല്ലാം തങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ച് പോകുവാനായിട്ട് തുടങ്ങിയപ്പോൾ
പൈതലിനെ കാണുന്നില്ല. ദുഃഖത്തിൻ്റെ അവസ്ഥ, വ്യഥയുടെ അവസ്ഥ, കുഞ്ഞിന് എന്തു പറ്റിയെന്ന് എല്ലാവർക്കും ആകാംക്ഷ. പക്ഷേ ആ മാതാവിനും പിതാവിനും ഒരു വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു. തങ്ങൾ എവിടെ നിന്ന് കടന്നു വന്നോ ആ ദേവാലയത്തിലേക്ക് ഒന്ന് തിരിച്ചു ചെല്ലുന്ന പക്ഷം തങ്ങൾക്ക് വേണ്ടതിനെ, തങ്ങളുടെ രക്ഷയെ, തങ്ങളുടെ ജീവനെ, തങ്ങളുടെ ജീവന്റെ ജീവനായതിനെ കാണുവാനായിട്ട് സാധിക്കുമെന്ന് മാതാപിതാക്കൾക്ക് ഉറച്ച ഒരു വിശ്വാസമുണ്ടായിരുന്നു. തിരിച്ച് 3 ദിവസം ദേവാലയത്തിലേക്കും 6 ദിവസം സ്വന്തം കുഞ്ഞിനെ കാണാതിരിക്കുന്ന, എവിടെയാണെന്ന് അറിയാതെ കാണാതിരിക്കുന്ന മാതാപിതാക്കളുടെ വ്യഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. ദേവാലയത്തിലേക്ക് ഈ മാതാവും പിതാവും കടന്നു വരുമ്പോൾ, ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തൊക്കെ എത്തി ഇങ്ങനെ ദേവാലയത്തിനകത്തേക്ക് നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ചയാണ് ഈ ഭാഗത്ത് നമ്മൾ വായിച്ചത് കേട്ടത്. അവൻ ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിൽ ഇരിക്കുന്നതും അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. ആലയത്തിലേക്ക് വരുന്നത് വിശ്വാസം പഠിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുമായിട്ടാണെന്ന് യേശു തമ്പുരാൻ ഈ ഭാഗത്തു നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേവാലയത്തിൻ്റെ മധ്യത്തിൽ വന്ന് ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദ്യങ്ങളെ ചോദിക്കുകയും ചെയ്ത യേശു തമ്പുരാൻ അതേ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനും നിങ്ങളും ഈ ദേവാലയത്തിൽ ഇരിക്കുന്നത്. നമ്മളും ദേവാലയത്തിൽ കൂടിയിരിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ ആരുണ്ട്? യേശു തമ്പുരാനുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് അരുളി ചെയ്ത യേശുനാഥൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഈ പുണ്യഭൂമിയിലാണ് നമ്മളും കടന്നു വന്നിരിക്കുന്നത്. അതേ അനുഭവം, അന്നത്തെ അതേ പകർപ്പ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദേവാലയത്തിൻ്റെ മധ്യത്തിൽ യേശു തമ്പുരാനുണ്ട്, ചുറ്റും നമ്മളും കൂടിയിരിക്കുന്നു. ഉപദേഷ്ടാക്കന്മാരോട് ചോദ്യം ചോദിച്ചവനായ യേശു തമ്പുരാൻ എന്നോടും നിങ്ങളോടും നമ്മുടെ ജീവിതത്തോടും ചോദിക്കുന്ന 4 ചോദ്യങ്ങൾ അല്പമായിട്ടൊന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാന ചിന്ത അവസാനിപ്പിച്ചുകൊള്ളാം. ദേവാലയത്തിൻ്റെ മധ്യത്തിലിരുന്ന് അവരോട് ചോദിച്ച യേശു തമ്പുരാൻ തിരുവചനത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങൾ മാത്രം നമുക്ക് അല്പമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം മുതലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഈ ചോദ്യം യേശു തമ്പുരാൻ ചോദിക്കുന്നത് ഒരു ഉപമയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. യേശു തമ്പുരാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. യേശു തമ്പുരാൻ ആ ഭാഗത്ത് പറയുന്ന ഉപമ ഇതാണ്. ഒരിടത്ത് ധനവാനായ ഒരു യജമാനനുണ്ടായിരുന്നു. യജമാനൻ ഒരിക്കൽ ദൂര യാത്ര പോകുവാനായിട്ട് ആഗ്രഹിച്ചു. തൻ്റെ 3 ദാസന്മാരെ അടുക്കൽ വിളിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1 താലന്ത് എന്നിങ്ങനെ 3 പേർക്കും താലന്തുകളെ വീതിച്ചു കൊടുത്തു. യജമാനൻ ദൂരദേശത്തേക്ക് യാത്ര പോയി. വളരെ നാളുകൾക്ക് ശേഷം യജമാനൻ തിരിച്ചു വന്നു. തൻ്റെ ദാസന്മാരുമായിട്ട് കണക്ക് തീർക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഒന്നാമത്തവനെ വിളിച്ചു. അവൻ യജമാനന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, യജമാനനെ, അങ്ങെനിക്ക് 5 താലന്താണല്ലോ നൽകിയത്. ഞാനതിനെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച് 10 ആക്കിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിലും വിശ്വസ്തനാക്കും. രണ്ടാമത്തവനും യജമാനന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. അവനോടും കണക്ക് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, 2 താലന്താണല്ലോ എനിക്ക് നൽകിയത്, ഞാനിതാ വ്യാപാരം ചെയ്ത് 2 കൂടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോടും പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിലും വിശ്വസ്തനാക്കും. സന്തോഷത്തിൻ്റെ അനുഭവം. മൂന്നാമത്തവനെ കണക്ക് തീർക്കുവാനായിട്ട് വിളിച്ചപ്പോൾ അവൻ യജമാനന്റെ സന്നിധിയിൽ വന്നിട്ട് പറയുകയാണ്, യജമാനനെ, അങ്ങെനിക്ക് 1 താലന്താണല്ലോ നൽകിയത്, ഞാനത് ഭൂമിയിൽ കുഴിച്ചിട്ടു. കാരണം ചോദിച്ചപ്പോൾ അവൻ യജമാനനോട് പറയുകയാണ്, അങ്ങ് വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയമുള്ള ഒരു മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞിട്ട് എൻ്റെ നാണയത്തെ കൊണ്ടുപോയി കുഴിച്ച് ഇട്ടു, അഥവാ ഭൂമിയിൽ മറച്ചു വെച്ചു. അങ്ങ് വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയമുള്ള ഒരു മനുഷ്യനെന്നറിഞ്ഞിട്ട് ഞാൻ എൻ്റെ താലന്തിനെ ഭൂമിയിൽ മറച്ചു വെച്ചു. യജമാനൻ അവനോട് പറയുന്നു,
ദുഷ്ടദാസ എന്ന് വിളിച്ചുകൊണ്ട് അവനെ ശകാരിക്കുന്ന ബാക്കി ഭാഗം നമ്മൾ കാണുന്നുണ്ട്. നിത്യശിക്ഷയുടെ നിത്യദണ്ഡനത്തിന്റെ അനുഭവത്തിലേക്ക് ആ ദാസനെ ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട്. യേശുതമ്പുരാൻ ഈ ഉപമയെ പറഞ്ഞതിന് ശേഷം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണോ? ദൈവത്തിന്റെ സന്നിധിയിൽ നീ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണോ? ഇതാണ് ദേവാലയത്തിന്റെ മധ്യത്തിൽ ഉപദേഷ്ടാക്കന്മാരോട് ചോദിച്ചുകൊണ്ടിരുന്ന യേശുതമ്പുരാൻ നമ്മളോട് ഈ ദേവാലയ മധ്യത്തിൽ വന്ന് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം: എൻ്റെ സന്നിധിയിൽ നീ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആണോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് മറുപടി നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമെന്നൊന്ന് ചിന്തിക്കുക. ആ ദാസന്മാർക്ക് താലന്തുകൾ ധനമായിരുന്നു ഏൽപ്പിച്ചിരുന്നതെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഈ ലോകത്തിൽ ധാരാളമായ താലന്തുകളെ നൽകി. അത് നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ ധനമാകാം, നമ്മുടെ സ്ഥാനമാനങ്ങളാകാം, നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള എന്ത് അനുഗ്രഹവുമാകാം. ഈ താലന്തിനെ ദൈവനാമ മഹത്വത്തിനായിട്ട്, ദൈവിക നന്മയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എങ്കിൽ താലന്തിനെ വർദ്ധിപ്പിച്ച ആദ്യത്തെ 2 ദാസന്മാരുടെ, ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ വന്നു ചേരും. പക്ഷേ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എൻ്റെ കഴിവാണ്, എൻ്റെ സ്വന്തം ശക്തിയാണ്, എൻ്റെ ശക്തിയിലും എൻ്റെ കഴിവിലും ഞാൻ നേടിയതാണ് എന്ന് നമ്മൾ അഹങ്കരിക്കുന്നുവെങ്കിൽ, അതിനെ ദൈവിക നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഭൂമിയിൽ നാണയം മറച്ചു വെച്ചവൻ്റെ അതേ അനുഭവം നമുക്കും വന്നു ചേരും. തന്നിരിക്കുന്നതിനെ ദൈവത്തിൻ്റെ നന്മയ്ക്കായിട്ട് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ധനമാണെങ്കിലും സ്ഥാനമാനമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആംഗലേയ സാഹിത്യകാരനായ ഏണസ്റ്റ് ഹെമിംഗ്വേയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവൽ അദ്ദേഹത്തിൻ്റെതാണ്. അതിൻ്റെ മലയാള പരിഭാഷയാണ് കിഴവനും കടലും എന്നുള്ളത്. ആ ഭാഗത്തിൽ നമ്മൾ കാണുന്ന പ്രധാന കഥാപാത്രം ഒരു മുക്കുവനാണ്. വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ അദ്ദേഹം കടലിൻ്റെ പ്രതികൂലതകളെ വകവയ്ക്കാതെ തൻ്റെ വഞ്ചിയുമായിട്ട് കടലിലേക്ക് മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്നു. വളരെ നേരത്തെ യത്നത്തിന് ശേഷം അദ്ദേഹം തൻ്റെ ചൂണ്ടയിലുള്ള അനക്കം കണ്ടിട്ട് തിരിച്ചറിയുന്നു, വലുത് എന്തോ ചൂണ്ടയിൽ കൊത്തിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഈ ചൂണ്ടയും വലിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് കരയിലേക്ക് വരുന്നു. തിരിച്ച് കരയിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ വളരെയേറെ സ്വപ്നങ്ങൾ കാണുകയാണ്. ഇത് കൊണ്ടുപോയി ഞാൻ വിൽക്കും, എന്നിട്ട് എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം മാറ്റും, കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കുമെല്ലാം ഭക്ഷണം നൽകും. ഒട്ടേറെ സ്വപ്നങ്ങൾ ആ മനുഷ്യൻ കാണുകയാണ്. പക്ഷെ ഒരിക്കൽ പോലും തന്ന ഈ സൗഭാഗ്യത്തിലേക്ക്, ഈ ചൂണ്ടയിലുള്ള മീനിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കുന്നില്ല. അഥവാ അതിനെ സ്വന്തം പടകിലേക്കൊന്ന് കയറ്റിയിടുവാൻ പോലും നോക്കാതെ ഈ സ്വപ്നവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നോവലിൻ്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്, കരയിലേക്ക് എത്തുമ്പോൾ വഞ്ചി എടുപ്പിച്ചതിന് ശേഷം ഈ ചൂണ്ട വലിച്ചു കയറ്റുന്ന ഈ മനുഷ്യൻ്റെ അവസ്ഥ. ഈ മനുഷ്യൻ ഈ ചൂണ്ടയിലേക്ക് നോക്കുമ്പോൾ കേവലം ഒരു വലിയ മീനിൻ്റെ അസ്ഥിപഞ്ജരമല്ലാതെ മറ്റ് ഒന്നും കാണുന്നില്ല. വലിയൊരു അസ്ഥിപഞ്ജരം അവൻ കാണുന്നു. എന്താ സംഭവിച്ചത്? ചൂണ്ടയിൽ കുളങ്ങി ചത്ത മത്സ്യത്തെ വലിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ശരീരത്തിലെ മാംസളമായ ഭാഗമെല്ലാം സമുദ്രത്തിലെ മറ്റ് ജീവികൾ തിന്നുകളഞ്ഞു. കേവലം ശേഷിച്ചത് ഈ അസ്ഥിപഞ്ജരം മാത്രമാണ്. ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കും ധാരാളമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകിയിട്ടാണ് ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. ധനം കൊണ്ടും ആരോഗ്യം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എല്ലാ തരത്തിലും ധാരാളമായ അനുഗ്രഹങ്ങളെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ചൂണ്ടയിൽ ഇങ്ങനെ കൊളുത്തി കിടക്കുകയാണ്. ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ തന്ന അനുഗ്രഹത്തിലേക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ, തന്ന നന്മകളിലേക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുന്നില്ല എങ്കിൽ എല്ലാം വ്യർത്ഥമായി പോകുമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. തന്നിരിക്കുന്ന ദൈവത്തിന് തിരിച്ചെടുക്കുവാനും അധികാരമുള്ളവനാണ്, അവകാശമുള്ളവനാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. തന്നിരിക്കുന്ന നന്മകളെ, താലന്തുകളെ ദൈവസന്നിധിയിലെ വിശ്വസ്തയോടെ നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്ന് ന്യായവിധിയുടെ സമയത്ത് ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ നമുക്കും കേൾക്കുവാനായിട്ട് ഇടയാകും. യേശു പറയുന്നുണ്ട്, പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിപ്പീൻ.
ഈ ലോകത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ, എൻ്റെ സന്നിധിയിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് നിഷ്കളങ്കത ആവശ്യമാണ്. അതൊരു പ്രാവിനെ പോലെ ആയിരിക്കുകയും വേണം. പക്ഷെ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കണം. കാരണം പത്രോസ് തന്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ച് ഓടി നടക്കുന്നു. അവനിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ, അവനിൽ നിന്ന് മാറിക്കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിൽ ബുദ്ധിയോടുകൂടി, ഈ ലോകത്തിൽ ബുദ്ധിയോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി ജീവിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. വലിയ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള 2 ഞായറാഴ്ചകളിൽ, ഒന്ന് ആചാര്യന്മാരുടെ ഞായറാഴ്ചയും ഒന്ന് വാങ്ങിപ്പോയ വിശ്വാസികളെ ഓർക്കുന്ന ഞായറാഴ്ചയുമാണ്. ഈ 2 ഞായറാഴ്ചകളിലെ വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവിടെയെല്ലാം വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസന്മാരെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, തൻ്റെ ദാസന്മാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാനായിട്ട് യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനെ കുറിച്ച്. യജമാനെ ഏൽപ്പിച്ച കർത്തവ്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് കൂട്ടുദാസന്മാരെ അടിക്കുവാനും ഉപദ്രവിക്കുവാനും തുടങ്ങിയാൽ അവൻ നിരസിരിക്കാത്ത നേരത്ത് യജമാനൻ കടന്നു വരികയും അവൻ്റെ സ്ഥാനം അവിശ്വസ്തന്മാരോടുകൂടി ആക്കി തീർക്കുകയും ചെയ്യുമെന്ന് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. വീണ്ടും ബുദ്ധിമാനായ ഒരു യജമാനനെ കുറിച്ച് 2-ാമത്തെ ഞായറാഴ്ച പറയുന്നുണ്ട്. ബുദ്ധിമാനായ യജമാനൻ എന്താ അവിടെ ചെയ്യുന്നത്? കള്ളൻ ഇന്ന സമയത്ത് വരുന്നുവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ യജമാനൻ തൻ്റെ ഭവനത്തിന് കാവൽ വെച്ച് തൻ്റെ ഭവനം തുരങ്കം വയ്ക്കുവാനായിട്ട് അനുവദിക്കുകയില്ലായിരുന്നു. വിശ്വസ്തയോടെ ബുദ്ധിയോടെ ഇരിക്കുന്ന യജമാനനെയും ദാസനെയും കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ബുദ്ധിയോടെയാണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുക. തന്നിരിക്കുന്ന താലന്തുകളെ ദൈവനാമ മഹത്വത്തിനായിട്ടാണോ ഉപയോഗിക്കുന്നതെന്ന് ചിന്തിക്കുക. ദേവാലയത്തിൻ്റെ മധ്യത്തിലിരുന്ന് അന്ന് ചോദ്യങ്ങളെ ചോദിച്ച യേശു തമ്പുരാൻ എന്നോട് നിങ്ങളോട് ചോദിക്കുന്ന 1-ാമത്തെ ചോദ്യം ഇതാണ്, എൻ്റെ സന്നിധിയിൽ ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസനാണോ നീ? അവൻ്റെ സന്നിധിയിൽ അതേ എന്നുള്ള ഉത്തരം നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. അതിനായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ, ഈ ലോക ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ടും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. സ്ലീബ നമസ്കാരത്തിൽ, അതിൻ്റെ പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ പാടുന്നുണ്ട്, രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം, വീതി കുറഞ്ഞതുമാ വഴിഗമനം കാംക്ഷിപ്പോൻ, അത്യുത്സാഹമവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ, അശുഭവഴിക്കു വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. സ്വർഗീയ യെരുശലേമിലേക്കുള്ള നിന്റെ യാത്രയിൽ നിനക്ക് അല്പം അലസത ബാധിക്കുന്നുവെങ്കിൽ അത് നിന്റെ ജീവനെ തന്നെ നീ നിഹനിക്കുന്നതിന് തുല്യമാണ് എന്ന് പിതാക്കന്മാർ നമ്മളെ ഈ പാട്ടിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അലസതയില്ലാത്ത ബുദ്ധിമാന്മാരും വിശ്വസ്തന്മാരുമായ ദാസന്മാരായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് 1-ാമതായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2-ാമതായിട്ട് യേശു തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 42 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി. അവിടെയും യേശു തമ്പുരാൻ ഒരു ഉപമ പറയുകയാണ് ശിഷ്യന്മാരോട്. ഒരു യജമാനൻ തൻ്റെ 2 ദാസന്മാരെ വിളിക്കുന്നു. 2 ദാസന്മാരും യജമാനനോട് പണം കടംപെട്ടിരിക്കുന്നു. ഒരുവൻ 500 വെള്ളിക്കാശ്, ഒരുവൻ 50 വെള്ളിക്കാശ്. യജമാനൻ തൻ്റെ ദാസന്മാരുമായിട്ട് കണക്ക് തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാസന്മാരോട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് വീട്ടുവാനായിട്ട് നിവൃത്തിയില്ലാത്തതിനാൽ ഈ കടമൊന്ന് നീ ഇളച്ച് തരണം. യജമാനൻ സമ്മതിക്കുന്നു. അവരോട് പറയുന്നു, കടച്ചീട്ടിനെ കൊണ്ടുവരിക. 2 പേരുടെയും കടച്ചീട്ട് നേർ പകുതിയായിട്ട് ഇളയ്ക്കുന്നു. 500 വെള്ളിക്കാശ് കിട്ടിയവൻ പകുതിയായിട്ട് ഇളച്ചാൽ എത്ര കൊടുക്കണം? 250 വെള്ളിക്കാശ് കൊടുക്കണം. 50 കിട്ടിയവൻ ഇളച്ചാൽ 25 വെള്ളിക്കാശ് കൊടുക്കണം. യേശു തമ്പുരാൻ എന്നിട്ട് സ്ലീഹന്മാരിൽ തലവനെന്ന് വിശേഷിപ്പിക്കുന്നവനായ ശീമോൻ പത്രോസിനോട് ചോദിക്കുകയാണ്, ശീമോനെ, നിനക്ക് എന്ത് തോന്നുന്നു?
ശിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഇവരിൽ ആര് യജമാനനെ അധികം സ്നേഹിക്കും? ഇവരിൽ ആര് യജമാനനെ അധികം സ്നേഹിക്കും? ആരായിരിക്കും അധികം സ്നേഹിക്കുക? കുറേ നേരം ഈ ഇരിപ്പൊക്കെ ഇരുന്ന് കേൾവി മാത്രമായി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അലസത വരും. അതുകൊണ്ട് ഉത്തരവൊക്കെ പറഞ്ഞു. യേശു തമ്പുരാൻ ശിമോനോട് ചോദിക്കുന്നു, ആര് അധികം സ്നേഹിക്കും? ആരായിരിക്കും അധികം സ്നേഹിക്കുക? ശിമോൻ അതേ മറുപടിയാണ് പറഞ്ഞത്, അധികം വിളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. യേശു തമ്പുരാന്റെ സന്നിധിയിൽ അവൻ പറയുന്ന മറുപടിയാണ്, ആർക്ക് നീ അധികം വിളച്ചു കൊടുക്കുന്നുവോ അവൻ അധികമായിട്ട് സ്നേഹിക്കുമെന്ന്. ഇതിനുശേഷം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്തെല്ലാം ഞാൻ നിനക്ക് ഇളച്ചു തന്നിരിക്കുന്നുവെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? നിനക്ക് ഞാൻ എന്തെല്ലാം ഇളച്ചു തന്നിരിക്കുന്നുവെന്ന് ബോധ്യമുണ്ടോ? രണ്ടാമതായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്തെല്ലാം ഇളച്ചു തന്നിരിക്കുന്നുവെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിനായിട്ട്, എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിനായിട്ട് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച ഒരു പിതാവാൻ ദൈവം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാൽവരിയിൽ യാഗമായി തീർന്ന് നമ്മുടെ പാപങ്ങളെയെല്ലാം ക്ഷമിച്ച തന്ന ഒരു പുത്രനാൻ ദൈവം, കാൽവരിയിലെ യാഗത്തിലൂടെ അനേകമായ നമ്മുടെ പാപങ്ങളെ മോചിച്ചു തന്ന ഒരു ദൈവം. ഈ മോചനത്തെക്കുറിച്ച്, ഈ ഇളച്ചു തരലിനെ കുറിച്ച് നാം ബോധ്യമുള്ളവർ ആണോ? യേശു തമ്പുരാൻ നമുക്ക് ഇളച്ചു തന്നതിനെ കുറിച്ച് നാം ബോധ്യമുള്ളവരാണോ എന്ന് തിരുവചനം നമ്മളോട് ചോദിക്കുന്നു. ഇളച്ചു തന്നവനാണെങ്കിൽ അധികം ഇളച്ചു കിട്ടിയ നമ്മുടെ പാപങ്ങളുടെ കറച്ചീട്ടിനെ മുഴുവനായിട്ട് കീറി തന്നവനായ ഒരു ദൈവം, ഒട്ടും ഇല്ല കൊടുക്കാൻ, തിരിച്ച് മുഴുവനായിട്ട് നമ്മുടെ പാപങ്ങളെ ഇളച്ചു തന്ന ഒരു ദൈവം. അവൻ്റെ സന്നിധിയിൽ അവനെ നമ്മൾ മുഴുവനായിട്ട്, പൂർണ്ണമായിട്ട്, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ സ്നേഹത്തോടെ സ്നേഹിക്കേണ്ടവനാണ്. പക്ഷെ ഇന്ന് നമുക്ക് പലപ്പോഴും ഇളച്ചു തന്നതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത അവസ്ഥയാണ്. ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ അവൻ ആഗ്രഹിച്ച ഒരു ജീവിതം, നമ്മൾ ആഗ്രഹിച്ച ജീവിതമല്ല, അവൻ ആഗ്രഹിച്ച ഒരു ജീവിതം അവൻ്റെ സന്നിധിയിൽ നമ്മൾ കാഴ്ചവെച്ചേനെ. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിലേക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവനവൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, അവനവനിസം ധാരാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പശ്ചാത്തലത്തിലാണ് യേശു തമ്പുരാൻ നമ്മളോട് ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നത്, എന്തെല്ലാം ഇളച്ചു തന്നിരിക്കുന്നു എന്ന് നിനക്ക് ബോധ്യമുണ്ടോ? ഒരുപക്ഷെ യേശു തമ്പുരാന് അറിയാമായിരുന്നു, കാൽവരിയിൽ വെച്ച് നിങ്ങളുടെ പാപങ്ങളെയെല്ലാം മോചിച്ചു തന്നു കഴിഞ്ഞാലും വീണ്ടും ഈ മനുഷ്യജാതി പാപത്തിൽ അകപ്പെട്ടു പോകേക്കാം. അതുകൊണ്ടാണ് പാപമോചന അധികാരം സ്ലിഹന്മാരിലൂടെ പരിശുദ്ധ സഭയെ പരമേൽപ്പിക്കുന്നത്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടേത് നിർത്തുന്നുവോ അവ നിർത്തപ്പെട്ടിരിക്കും. ഈ പാപമോചനത്തിനും ഈ ഇളച്ചു തരലിനും വേണ്ടിയിട്ടാണ് പരിശുദ്ധ സഭ വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാന അനുഭവവും ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ ഏറ്റുപറയുവാനായിട്ട്, മോചനം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒപ്പം ഇനി ചെയ്യുകയില്ല എന്ന് അവൻ്റെ സന്നിധിയിൽ ദൃഢപ്രതിജ്ഞ എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുംഭസാരത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ അനുഭവിച്ചുകൊണ്ടാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ അനുഭവിച്ചുകൊണ്ട് പൂർണ്ണമായ പാപമോചനം പ്രാപിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഇളച്ചു തന്നതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായി ജീവിക്കുവാൻ, വീണ്ടും പാപം ചെയ്തു പോയാൽ ദൈവസന്നിധിയിൽ ദൈവമേ എൻ്റെ പാപങ്ങളെ എനിക്ക് ഇളച്ചു തരണമേ എന്ന് അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഈ സമയത്തെ അതിന് ഉപയോഗിക്കുവാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. കുരിശിന്മേൽ കിടന്നുകൊണ്ട് നിണവും നീരും നമുക്ക് വേണ്ടി ഒരുക്കിയവനായ ഒരു യേശു തമ്പുരാൻ തൻ്റെ നിണത്തെയും നീരിനെയും കാൽവരിയുടെ മുകളിൽ വെച്ച് ഒഴുക്കി എനിക്ക് നിങ്ങൾക്കും മൊത്തമായിട്ട് പാപങ്ങളെ കടച്ചീട്ടിന് ഇളച്ചു തന്നവനായ ഒരു ദൈവത്തെ ഓർക്കുവാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ദാവീദ് രാജാവ് പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ദൈവസന്നിധിയിൽ നമ്മുടെ ലംഘനങ്ങളെയും പാപങ്ങളെയും മോചിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ എൻ്റെ പാപങ്ങളെ നിന്നോട് അറിയിക്കും, എൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് ഞാൻ ശുദ്ധപ്പെടുകയും ചെയ്യും. ഞാൻ എൻ്റെ പാപങ്ങളെ നിന്നോട് അറിയിക്കും,
എൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് ഞാൻ ശുദ്ധനാക്കപ്പെടുകയും ചെയ്യും. ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറയുവാനായിട്ട്, അകൃത്യങ്ങളെ ഏറ്റുപറയുവാനായിട്ട്, മോചനം പ്രാപിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. പാപം ചെയ്തു പോയ ദാവീദ് ദൈവസന്നിധിയിൽ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. കർത്താവേ, നീ പാപങ്ങളെ കാത്തുവെക്കുന്നുവെങ്കിൽ നിലനിൽപ്പാൻ കഴിയുന്നവൻ ആരുണ്ട്? എത്ര വ്യക്തമായ ചോദ്യം, എത്ര അർത്ഥഗർഭമായ ചോദ്യം. ദൈവം തമ്പുരാൻ നമ്മുടെ പാപങ്ങളെ കാത്തുവെക്കുന്നുവെങ്കിൽ നിലനിൽപ്പാൻ കഴിയുന്നവൻ ആരുണ്ട്? ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാനുള്ള ഏക അവകാശം എന്ന് പറയുന്നത്, ഏക അധികാരം എന്ന് പറയുന്നത്, അവൻ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. വിത്തൗട്ട് എനി കണ്ടീഷൻ, യാതൊരു കണ്ടീഷനുമില്ലാതെ ദൈവം തമ്പുരാൻ നമ്മുടെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുകയാണ്. നമ്മുടെ പള്ളികളിലൊക്കെയുള്ള കുമ്പസാരിക്കാൻ വന്നിരിക്കുന്ന ആ ചെറിയ ഫലകത്തിന് മുമ്പിലായിട്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ ഒരു വാക്യം എഴുതി വച്ചിട്ടുണ്ട്. 3:19. നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നീതിമാനും വിശ്വസ്തനുമായ യേശു നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് സർവ്വ അധർമ്മങ്ങളും നിങ്ങളെ മോചിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നീതിമാനും വിശ്വസ്തനുമായ യേശു നിങ്ങളുടെ പാപങ്ങളെ മോചിച്ച് സർവ്വ അധർമ്മങ്ങളിൽ നിന്നും നിങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. ഇളച്ചു തന്നതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ദാവീദ് രാജാവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറഞ്ഞപ്പോൾ എൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ എനിക്ക് മുക്തി നൽകി. സങ്കീർത്തനത്തിൽ പറയുന്നതാണ്, 129-ാം സങ്കീർത്തനത്തിൽ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റുപറയുമെന്നും അപ്പോഴെൻ്റെ പാപങ്ങളെല്ലാം നീ എന്നോട് ക്ഷമിക്കുമെന്നും ഞാൻ പറഞ്ഞു. അവൻ്റെ സന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറയുവാനായിട്ട്, അകൃത്യങ്ങളെ വന്നിട്ടുള്ള വീഴ്ചകളെ ഏറ്റുപറയുവാനായിട്ട്, മോചനം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇളച്ചു തന്നതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ടാണോ നാം ജീവിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുക. മുഴുവനായിട്ട് നമ്മുടെ പാപങ്ങളെ ഇളച്ചു തന്നപ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതിനെ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും ഇളച്ചു തന്നതിനെക്കുറിച്ച് നന്ദിയുള്ളവരായിട്ട്, ബോധ്യമുള്ളവരായിട്ട് അവൻ്റെ സന്നിധിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിലിരുന്ന് അവരോട് ചോദ്യങ്ങളെ ചോദിച്ച് അവരിൽ നിന്ന് കേട്ടവനായ യേശു തമ്പുരാൻ നമ്മളോട് 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, നീ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണോ? രണ്ടാമത് ചോദിച്ചത്, എന്തെല്ലാം ഇളച്ചു തന്നിരിക്കുന്നു എന്ന് നിനക്ക് ബോധ്യമുണ്ടോ? അതിനനുസരിച്ചാണോ നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്? അവൻ്റെ സന്നിധിയിൽ നമുക്ക് മറുപടി പറയുവാനായിട്ട് സാധിക്കണം. ഇളച്ചു തന്നതിനെക്കുറിച്ച് ഞാൻ ബോധ്യമുള്ളവനാണ്, അതിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ഇനി മുതൽ ക്രമീകരിക്കുമെന്ന് ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടി ഇരിക്കുന്നു. ദേവാലയത്തിലിരുന്ന് ചോദ്യങ്ങളെ ചോദിച്ച യേശു തമ്പുരാൻ മൂന്നാമതായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി അവിടെ 26-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഇങ്ങനെ ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇങ്ങനെ ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? തിരുവചനം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: കഷ്ടതയോടുള്ള നിന്റെ സമീപനം എന്താണ്? കഷ്ടതയോടുള്ള നിന്റെ സമീപനം എന്താണ്? ക്രിസ്തു പോലും കഷ്ടമനുഭവിച്ചിട്ടാണ് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് എങ്കിൽ അവൻ്റെ അനുയായിയായി ക്രിസ്ത്യാനിയായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന നിനക്ക് കഷ്ടതയോടുള്ള സമീപനം എന്താണ്? കഷ്ടത ഇന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വസ്തുതയാണ്, അല്ലേ? കഷ്ടത എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വസ്തുവാണ്. കഷ്ടതയില്ലാത്ത ആത്മീയത നമുക്ക് ഇഷ്ടമാണ്, കഷ്ടതയില്ലാത്ത ജീവിതം നമുക്ക് ഇഷ്ടമാണ്, കഷ്ടതയില്ലാത്ത എല്ലാം നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ സുവിശേഷകൻ നമ്മളോട് പറയുന്നു, ഇങ്ങനെ ക്രിസ്തു കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പിതാവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്
പിതാവാൻ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പുത്രനാ ദൈവം എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്ന ഒരേ ഒരു മാർഗം ഇതാണ്: അവനോടുകൂടി കഷ്ടം അനുഭവിക്കുക. നമ്മളെല്ലാവരും ഈ കഷ്ടതയും പ്രയാസമൊക്കെ സഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തോട് ഒത്തുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. സാക്ഷാൽ പിതാവാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുത്രനിരിക്കുന്ന അവനോടുകൂടി അവകാശം ലഭിക്കുന്ന ഒരു നിത്യജീവന് വേണ്ടിയിട്ട്, അവൻ്റെ മഹത്വത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് ഈ പങ്കപ്പാടുകളെല്ലാം സഹിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് അല്പമൊക്കെ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വലിയൊരു മാർഗമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അവനോടുകൂടി കഷ്ടപ്പാടുകൾ, അവനോടുകൂടി പങ്കപ്പാടുകൾ സഹിക്കുക എന്നുള്ളത്. പലപ്പോഴും കഷ്ടതകൾ വരുമ്പോൾ ഞാനും നിങ്ങളും ചോദിക്കാറുള്ള ഒരേ ഒരു ചോദ്യമാണ്: എനിക്കിത് എന്തുകൊണ്ട്? വൈ ഇറ്റ് ഈസ് ഫോർ മീ? എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു? എൻ്റെ ദൈവം എന്നോട് കൂടി ഉണ്ടായിരുന്നല്ലോ. ഞാൻ പള്ളിയിൽ പോകുന്നവനാണ്, പ്രാർത്ഥന കൃത്യമായിട്ട് നടത്തുന്നവനാണ്, സഭ എന്നോട് കൽപ്പിച്ചിട്ടുള്ളതിനെ അണുവിട വ്യതിചലിക്കാതെ ചെയ്യുന്നവനാണ്. എന്നിട്ടും വൈ ഇറ്റ് ഈസ് ഫോർ മീ? എന്തുകൊണ്ട് എനിക്ക് ഇത് സംഭവിച്ചു? അതിന് കത്തോലിക്ക സഭയുടെ പരിശുദ്ധനായ വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന ഒരു മറുപടി ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഇപ്രകാരമാണ്: ദൈവത്തിന് പാപം കൂടാത്ത ഒരു പുത്രനുണ്ടായിരുന്നു. ശരിയാ അല്ലേ? ദൈവത്തിന് പാപം കൂടാത്ത ഒരു പുത്രൻ ഉണ്ടായിരുന്നു, എന്നാൽ പങ്കപ്പാട് കൂടാത്ത ഒരു പുത്രൻ പോലും ഇല്ലായിരുന്നു. പങ്കപ്പാടെന്ന് വെച്ചാൽ കഷ്ടത. പാപം കൂടാത്ത ഒരു പുത്രൻ ഉണ്ടായിരുന്നു, സാക്ഷാൽ യേശു തമ്പുരാൻ. എന്നാൽ പങ്കപ്പാട് കൂടാത്ത ഒരു പുത്രൻ പോലും ഇല്ലായിരുന്നു. കാരണം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് തന്നെ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മറുവിലിയായിട്ട് മരിക്കുവാനായിട്ടാണ്. അവനേറ്റ കഷ്ടപ്പാടുകളെല്ലാം കഷ്ടാനുഭവ ആഴ്ചയോടനുബന്ധിച്ച് നമ്മൾ ധ്യാനിച്ചവരാണ്. ആ കഷ്ടതയിൽ നമ്മൾ പങ്കുകൊണ്ടവരാണ്. എത്രത്തോളം നമ്മളതിൽ ആത്മാർത്ഥതയോടുകൂടി പങ്കെടുത്തു എന്നൊന്ന് ചിന്തിക്കുക. കർത്താവിനോട് കൂടെ കഷ്ടമനുഭവിക്കുവാൻ, അവൻ്റെ കഷ്ടാനുഭവത്തോട് താതാത്മ്യം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് കഷ്ടാനുഭവ ആഴ്ച ശുശ്രൂഷകൾ നമുക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. പാപം കൂടാത്ത ഒരു പുത്രനുണ്ടായിരുന്നു, പങ്കപ്പാട് കൂടാത്ത ഒരു പുത്രൻ പോലും ഇല്ലായിരുന്നു. എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ കഷ്ടതകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെയുള്ള നമ്മുടെ സമീപനം സാക്ഷാൽ ദൈവപുത്രൻ കഷ്ടം അനുഭവിച്ചിട്ടാണ് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചതെങ്കിൽ നമുക്കും മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു പാതയാണ് ഈ കഷ്ടതകൾ എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇപ്രകാരം പാടാറുണ്ട്: തൂക്കപ്പെട്ടു മരത്തിൽ വിലാവു തുറം നാശവളം രക്തം വെള്ള സഹദേന്മാർ കണ്ടങ്ങോടി മരി പാനായി കർത്താവിൻ പേർക്കെല്ലാരും. സാക്ഷാൽ യേശു തമ്പുരാന് കുരിശിന്മേല് കഷ്ടത അനുഭവിച്ച് കിടക്കുമ്പോൾ, പങ്കപ്പാട് അനുഭവിച്ച് കിടക്കുമ്പോൾ അതിനെ കണ്ടവരായ ഈ ലോകത്തിലുള്ള സഹദേന്മാര് മരണം വരിക്കുവാനായിട്ട് കുരിശിന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു എന്നാ പറയുന്നത്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികളായ അവര് കർത്താവിനോടുകൂടെ കഷ്ടമനുഭവിക്കുവാനായിട്ട് ഓടിച്ചെല്ലുന്നവരായ സഹദേന്മാര്. ഇന്ന് നമുക്ക് കഷ്ടതയോടുള്ള സമീപനം എന്ത് ആണ് എന്നൊന്ന് സ്വയമായിട്ട് ചിന്തിക്കുക. വിംബിൾഡൺ കിരീടം നേടിയ ഒരു വ്യക്തിയോട്, അദ്ദേഹത്തിന് വളരെയേറെ സമ്മാനങ്ങൾ ഈ ലോകത്തിൽ ആ ഗെയിമിലൂടെ ലഭിച്ചിട്ടുള്ള ഒരുവനാണ്. ഒടുവിൽ അദ്ദേഹത്തിന് മാരകമായ മരണം ആസന്നമായിരിക്കുന്ന ഒരു രോഗം പിടിപെട്ടു. വാർത്താമാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു: ഇത്രയേറെ പ്രശസ്തനായ അങ്ങേക്ക് എന്തുകൊണ്ട് ഇപ്രകാരം ഒരു രോഗം വന്നു? എന്തുകൊണ്ട് അങ്ങേക്ക് ഇപ്രകാരം ഒരു രോഗം വന്നു? അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്:
ലോകപ്രശസ്തങ്ങളായ അനേകമായ അവാർഡുകൾ, സമ്മാനങ്ങൾ എനിക്ക് ഈ ഗെയിമിലൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ല എനിക്കിത് എന്തുകൊണ്ട്. നന്മകൾ ധാരാളമായിട്ട് സംഭവിച്ചപ്പോൾ ഞാൻ അവൻ്റെ സന്നിധിയിൽ ചോദിച്ചിട്ടില്ല എനിക്കിത് എന്തുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ രോഗം വന്നപ്പോൾ, ഈ കഷ്ടത വന്നപ്പോൾ, ഈ പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ, മരണം എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കുന്നില്ല എനിക്കിത് എന്തുകൊണ്ട്. കാരണം അവനറിയാതെ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ കബറടക്കം ചെയ്തിരിക്കുന്ന ഈ പരിശുദ്ധനായ പരിമല തിരുമേനിയും തൻ്റെ ജീവിതത്തിൽ കഷ്ടതയോടുള്ള സമീപനം വളരെ വ്യക്തമായിരുന്നു. കഷ്ടതയെ ഇഷ്ടമായി കണ്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുള്ളതാണ്. മേൽപ്പെട്ട സ്ഥാനമേൽക്കുന്നതിന് മുമ്പായിട്ട് ശമാശനായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് വന്ന വലിയൊരു രോഗത്തിൻ്റെ അവസരത്തിൽ പോലും അദ്ദേഹം ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ അർപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തിത്വം. എന്തുകൊണ്ട് ലോകപ്രകാരമുള്ള മരുന്നുകൾ ധാരാളമായിട്ട് ബന്ധുമിത്രാദികളെ കൊണ്ടു കൊടുത്തപ്പോഴും അതിനെയൊന്നും ഉപയോഗിക്കാതെ ദൈവം തന്നതല്ലേ, അവൻ തന്നെ മാറ്റിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു പരിശുദ്ധന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് അത്രയും ഒരു വിശ്വാസം ഇന്ന് ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. തൻ്റെ മരണ സമയത്ത് മാരകമായ രോഗം വന്നപ്പോൾ തൻ്റെ മരണത്തെ അദ്ദേഹം മുന്നിൽ കണ്ട അവസരങ്ങളിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട്, ഇനി 3 നാൾ കൂടി ഈ വേദന ഞാൻ സഹിക്കണമല്ലോ. ആ വേദനയുടെ അനുഭവത്തിൽ പോലും എന്തുകൊണ്ട് എനിക്കിത് വന്നുവെന്ന് ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ ചോദിക്കുന്നില്ല. ദൈവം തന്നതിനെ 2 കൈ നീട്ടി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു മാർഗമാണ് ഈ കഷ്ടത എന്ന് കരുതിയ ഒരു പരിശുദ്ധ പിതാവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം വേണം. കേവലം 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച സംഭവം നിങ്ങൾ ധാരാളമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞവരാണ്. ക്രിസ്ത്യാനികൾക്ക് ധാരാളമായിട്ട് ഉപദ്രവങ്ങളെ നേരിട്ട, നമ്മുടെ സഭയിൽ ഉൾപ്പെട്ട വൈദികർക്ക് ഉൾപ്പെടെ ധാരാളമായിട്ട് ഉപദ്രവങ്ങളെ നേരിട്ട സംഭവം നിങ്ങൾ അറിഞ്ഞവരാണ്. കത്തോലിക്ക സഭയിൽ അങ്ങനെ ഉപദ്രവം നേരിട്ടവരെ എല്ലാവരെയും കൂടി അതിൻ്റെ ചുമതലയുള്ള ബിഷപ്പ് തിരിച്ചു വിളിച്ചു. സൺഡേ ശാലോമിൽ വന്ന ഒരു വാർത്തയാണ് ഞാനീ പറയുന്നത്. അവരുടെ ബിഷപ്പ് അവരുടെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാം തിരിച്ചു വിളിച്ചിട്ട് അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. ധാരാളമായിട്ട് നമുക്ക് ഇപ്രകാരം ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാകുന്നത് കൊണ്ട് ഇനി അവിടുത്തെ മിഷൻ നമുക്കങ്ങ് തൽക്കാലത്തേക്ക് വേണ്ട എന്ന് വെച്ചാലോ എന്ന് അതിൻ്റെ ചുമതലയുള്ള ബിഷപ്പ് അവരുടെ മുമ്പാകെ വെച്ചു. കാരണം അവരുടെ യാതൊരു തരത്തിലും ഈ മിഷണറി പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുവാൻ പറ്റാത്ത ഒരു അവസ്ഥ. വൈദികരെ ഉപദ്രവിക്കുന്നു, സിസ്റ്റേഴ്സിനെ ഉപദ്രവിക്കുന്നു. ഈ വാർത്തകളെല്ലാം നിങ്ങൾ കണ്ടവരാണ്, അറിഞ്ഞവരാണ്. അങ്ങനെ വിളിച്ചു ചേർത്തവരുടെ യോഗത്തിൽ ഇപ്രകാരം അതിനെ നിർത്തുവാനുള്ള ഒരു ആലോചന വന്നപ്പോൾ ഒരു കൊച്ചു സിസ്റ്റർ എണീറ്റ് നിന്ന് ഈ പിതാവിനോട് പറയുകയാണ്, ബിഷപ്പിനോട് പറയുകയാണ്, അവിടെ ശുശ്രൂഷിച്ച അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും ധാരാളമായിട്ട് ഉപദ്രവങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഏൽക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. ഇനി അവര് ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ അവൻ്റെ നാമത്തിന് വേണ്ടി അവിടെ പോയിട്ട് കഷ്ടത അനുഭവിക്കാം. സൺഡേ ശാലോമിൽ വന്ന വാർത്തയാണ് ഞാനീ പറയുന്നത്. ഒരു കൊച്ചു സിസ്റ്റർ ആ ബിഷപ്പിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഇനി അവിടെ പോയി കഷ്ടം അനുഭവിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ പോയി വന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം ലഭിച്ചു, അവരിനി ഇവിടെ വിശ്രമിക്കട്ടെ. കഷ്ടതയോടുള്ള ഒരു കൊച്ചു സിസ്റ്ററിൻ്റെ മനോഭാവം ബിഷപ്പിൻ്റെ അടക്കം തീരുമാനത്തെ മാറ്റി മറിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ അതിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്നൊന്ന് ചിന്തിക്കുക. ബോൺഹോഫർ എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളത്താൽ വധിക്കപ്പെട്ട ഒരുവൻ, വധിക്കപ്പെടുവാനായിട്ട് അവസരം ലഭിച്ച ഒരുവൻ. അദ്ദേഹം എഴുതിയ ഒരു കൃതിയുടെ മലയാള പരിഭാഷ ഇപ്രകാരമാണ്: വരിക, ക്രൂശിക്കപ്പെടുക. ബോൺഹോഫർ എന്ന ആൾ എഴുതിയതിൻ്റെ മലയാള പരിഭാഷയാണ് വരിക, ക്രൂശിക്കപ്പെടുക.
അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ മാർഗത്തെ അനുകരിക്കാൻ താല്പര്യമുള്ളവനായിരുന്നതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ക്രിസ്ത്യാനിയായിട്ടുള്ള വിളി എന്ന് പറഞ്ഞാൽ കഷ്ടത അനുഭവിക്കുവാനുള്ള വിളിയാണ് എന്ന്. നാസി പട്ടാളത്താൽ, ഹിറ്റ്ലറിൻ്റെ പട്ടാളത്താൽ 1945 നടക്കുന്ന ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹം വധിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, വരിക ക്രൂശിക്കപ്പെടുക എന്നുള്ള തൻ്റെ ഗ്രന്ഥത്തിൽ ക്രിസ്ത്യാനിയാകുവാനുള്ള വിളി എന്ന് പറഞ്ഞാൽ അത് കഷ്ടതയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളിയാണ്, അത് കഷ്ടത അനുഭവിക്കുവാനുള്ള ഒരു സൗഭാഗ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് നമ്മൾ അതിൽ വായിച്ച് കേൾക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യനെ അടുക്കൽ വിളിച്ചു. ക്രിസ്ത്യാനിയായ ഗുരു, ക്രിസ്തുവിൻ്റെ അനുയായിയായ ശിഷ്യൻ. എന്നിട്ട് ഗുരു ശിഷ്യനോട് പറഞ്ഞു, തൊട്ട് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയിട്ട് അവിടെ ആരും തന്നെ ക്രിസ്ത്യാനികളില്ല, അന്യമതസ്ഥരാൽ നിറഞ്ഞു കവിയുന്ന ആ ഗ്രാമത്തിലേക്ക് പോയിട്ട് നീ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കണമെന്ന്. അദ്ദേഹം തലകുലുക്കി സമ്മതിച്ചു, വളരെ സന്തോഷത്തോടെ. എന്ത് വരും വരായിക എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. സന്തോഷപൂർവ്വം ഗുരു ഏൽപ്പിച്ച ദൗത്യം ശിരസ വഹിക്കുവാനായിട്ട് അദ്ദേഹം മനസ്സ് കാണിച്ചു. അപ്പോൾ ഗുരു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ എന്തറിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്? അവിടെ മുഴുവൻ ക്രിസ്ത്യാനികളൊന്നുമല്ല, ക്രിസ്തുവിനെ അറിയുന്ന ആരും തന്നെയില്ല. അദ്ദേഹം വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിന്നെ അവര് വാക്കുകളാൽ ഉപദ്രവിച്ചാൽ നീ എന്ത് ചെയ്യും? ഇല്ലേ, വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവവും ഒരു ഉപദ്രവമാണ്. അവര് നിന്നെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചാൽ നീ എന്ത് ചെയ്യും? ശിഷ്യൻ മറുപടി പറയുകയാണ്, എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിൽ സന്തോഷിക്കും. എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിൽ സന്തോഷിക്കും. ഗുരുവിന് സന്തോഷം തോന്നി. ഗുരു രണ്ടാമതായിട്ട് ചോദിക്കുന്നു, നിന്നെ അവര് ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? നിന്നെ അവര് ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? ശിഷ്യൻ മറുപടി പറയുകയാണ്, അവരെന്നെ വധിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിൽ സന്തോഷിക്കും. അവരെന്നെ വധിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിൽ സന്തോഷിക്കും. ഗുരു വീണ്ടും അവനോട് ചോദിക്കുകയാണ്, അവര് നിന്നെ കൊന്നുകളഞ്ഞാൽ നീ എന്ത് ചെയ്യും? അവര് നിന്റെ ജീവന് നാശത്തെ പ്രദാനം ചെയ്താൽ നീ എന്ത് ചെയ്യും? ശിഷ്യൻ മറുപടി പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ പാതയെ പിന്തുടരുവാനായിട്ട് എനിക്ക് ഭാഗ്യം തന്നല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിൽ സന്തോഷിക്കും. എൻ്റെ കർത്താവിനെ പോലെ അവന് വേണ്ടിയിട്ട് മരിക്കുവാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്നോർത്ത് ഞാൻ കർത്താവിൽ സന്തോഷിക്കും. കഷ്ടതയോടുള്ള ഒരു ശിഷ്യൻ്റെ മനോഭാവത്തെയാണ് നമ്മൾ ഈ കഥകളിൽ കാണുന്നത്. നമുക്കിന്ന് കഷ്ടതകളോടുള്ള മനോഭാവം എന്താണ്, സമീപനം എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഇന്നത്തെ ആധുനിക ആധ്യാത്മികതയിൽ കഷ്ടതകൾ ഒന്നും തന്നെ ആർക്കും പ്രദാനം ചെയ്യുന്നില്ല. കഷ്ടതകൾ പ്രദാനം ചെയ്യാത്ത TV സ്ക്രീനിലൂടെ കാണുന്ന പ്രസംഗങ്ങളും ആത്മീയതകളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ പരിശുദ്ധ സഭ എനിക്ക് നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്ന ആത്മീയത എന്ന് പറയുന്നത് കഷ്ടപ്പാടിൻ്റെ ആത്മീയതയാണ്. കഷ്ടതയിലൂടെയുള്ള ആത്മീയതയാണ് എനിക്ക് നിങ്ങൾക്കും പരിശുദ്ധ സഭ കൽപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ടാണ് 40 നോമ്പിൽ കൊടിയ വെയിലത്തെ നെടിയ നോമ്പ് എന്നൊക്കെ നമ്മൾ പറയും. നട്ട വെയിലത്താണ് ഉച്ചവരെയുള്ള ഉപവാസം നമ്മളോട് പറയുന്നത്, അതും കഴിയുമെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ. ഇനി ഉച്ചയ്ക്കാണെങ്കിൽ 40 ദിവസവും 40 പ്രാവശ്യം കുമ്പിടുന്ന അനുഭവം, അവൻ്റെ സന്നിധിയിൽ താണു വീഴുന്ന അനുഭവം, കഷ്ടത അനുഭവിക്കുന്ന അവസരം, നല്ല നല്ല ഭക്ഷണങ്ങളിൽ നിന്നുള്ള വിടുതൽ. ആരാധനയിൽ ആണെങ്കിൽ കുറേ മണിക്കൂറുകൾ നിൽക്കണം, നമസ്കാരത്തിൽ പങ്കെടുക്കണം, കൃത്യമായിട്ട് 7 യാമങ്ങളിൽ നമസ്കരിക്കണം, കുമ്പിട്ടവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം, ആഴ്ചയിൽ നിർദ്ദേശിച്ച ദിവസങ്ങളിൽ മറ്റ് ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് ഒഴിഞ്ഞുള്ള ജീവിതം, ബുധൻ വെള്ളി ദിവസങ്ങളിലെല്ലാം. ഇങ്ങനെ കഷ്ടതകൾ നിറഞ്ഞ ഒരു ആത്മീയതയാണ് എന്നെ നിങ്ങളെയും പരിശുദ്ധ സഭ പഠിപ്പിച്ചു തരുന്നത്. പലപ്പോഴും ഈ കഷ്ടതകൾ നിറഞ്ഞ ആത്മീയത പിന്തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. പലപ്പോഴും നമുക്ക് വിഷമമാണ് ഈ ആത്മീയതയുടെ പിന്നാലെ. അതിന് പകരമായിട്ടുള്ള എളുപ്പം നിറഞ്ഞ ആത്മീയത, കഷ്ടത ഇല്ലാത്ത ആത്മീയത ഇന്ന് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രസംഗങ്ങൾ
ധാരാളമായിട്ട് നമുക്ക് ടി വിയിലൂടെ കേൾക്കാം. അത് ധ്യാനം വേണമെങ്കിൽ ധ്യാനം, കൺവെൻഷൻ പ്രസംഗം വേണമെങ്കിൽ അങ്ങനെ, ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് കേൾക്കാം. യാതൊരു കഷ്ടതയുമില്ലാതെ ടി വി ഒന്ന് ഓണാക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്നു കൊടുത്താൽ മതി. പക്ഷേ സഭ നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടതയിലൂടെ യാത്ര ചെയ്യുന്ന ആത്മീയതയാണ്. കഷ്ടതയിലൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അവൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കാനാവൂ എന്ന് ഉറച്ച വിശ്വാസമുള്ള സഭയായതുകൊണ്ടാണ് എന്നെ നിങ്ങളെയും ആ സഭ പഠിപ്പിക്കുന്നത്. കഷ്ടത നിറഞ്ഞ പ്രാർത്ഥനാ ജീവിതം, കഷ്ടത നിറഞ്ഞ ആധ്യാത്മികത ആവശ്യമാണ് എന്ന്. ഈ പരിശുദ്ധനായ പരുമല തിരുമേനി ലോകമുറങ്ങുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിത്വമാണ്. ലോകം മുഴുവനായിട്ട് ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചവനാണ്. നമ്മുടെ സഭയുടെ ഇന്നത്തെ ഐശ്വര്യം എന്ന് പറയുന്നതും ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം. ഇന്ന് നമുക്ക് മുട്ടിന്മേൽ നിൽക്കുവാനോ കുമ്പിട്ട് നമസ്കരിക്കുവാനോ കേവലം നോമ്പ് നോൽക്കുവാൻ പോലുമുള്ള സമയം കുറഞ്ഞു പോകുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം കഷ്ടത നമുക്ക് അന്യം നിന്നു പോകുന്നു. കഷ്ടതയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് കഷ്ടതയിലും സന്തോഷിപ്പീൻ. കഷ്ടത നമ്മുടെ സഹിഷ്ണുതയെ വർദ്ധിപ്പിക്കുന്നു, സഹിഷ്ണുത സിദ്ധതയെ വർദ്ധിപ്പിക്കുന്നു, സിദ്ധത പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കഷ്ടതയിലും സന്തോഷിപ്പീൻ. സന്തോഷിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടിയും ഇരിക്കുന്നു. വീണ്ടും ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നത് ഏറ്റവും നല്ലത്. ഈ നാമം ധരിച്ചിട്ട് കഷ്ടം അനുഭവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് തിരുവചനം എന്നെ നിങ്ങളെയും പഠിപ്പിക്കുന്നു. ദേവാലയത്തിൻ്റെ മധ്യത്തിലിരുന്ന് ഉപദേഷ്ടാക്കന്മാരോട് ചോദ്യങ്ങളെ ചോദിച്ചവനായ യേശുതമ്പുരാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കഷ്ടതയോടുള്ള നിന്റെ സമീപനം എന്താണ്? ഇങ്ങനെ ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ നിനക്കും മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം കഷ്ടതയാണ്. പക്ഷേ അതിനോടുള്ള നിന്റെ സമീപനം എന്താണ് എന്നൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടി ഇരിക്കുന്നു. ദൈവമേ, കഷ്ടതകളെ നീ എനിക്ക് തരുന്നത് എൻ്റെ നന്മയ്ക്കായിട്ട് തീർക്കണമേ എന്ന് അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കഷ്ടതകളെ ഞങ്ങളുടെ ജീവന് ഗുണകരമാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി ഇരിക്കുന്നു. കഷ്ടതകളെ തരുന്നവനായ ദൈവം അതിനുള്ള പരിഹാരവും ഉണ്ടാക്കും. ഒരിക്കലും ഒരു പൂട്ടുണ്ടാക്കുന്ന വ്യക്തി താക്കോലില്ലാതെ പൂട്ടുണ്ടാക്കുമോ? ഉണ്ടാക്കുമോ? പൂട്ട് തുറക്കുവാനുള്ള താക്കോലോടുകൂടി മാത്രമേ ആ പൂട്ട് ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ കഷ്ടതകൾ നൽകിയാൽ അതിനുള്ള പരിഹാരമാകുന്ന താക്കോലുകൾ കൂടി ഉണ്ടാക്കി നൽകുന്ന ഒരു സൃഷ്ടാവ്, ഒരു രക്ഷിതാവ്, ഒരു വീണ്ടെടുപ്പുകാരൻ നിനക്ക് ഉണ്ട് എന്ന് നീ ഉറച്ച് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ദൈവമേ, നിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കഷ്ടതകളെ എൻ്റെ ജീവിതത്തിൽ നന്മയാക്കി നീ മാറ്റി തീർക്കണമേ എന്ന് അവൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കേണ്ടി ഇരിക്കുന്നു. വീണ്ടും നാലാമതായിട്ട് ദേവാലയത്തിലിരുന്ന് നമ്മളോട് ചോദിക്കുന്ന യേശുതമ്പുരാൻ്റെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ: നീ നന്മ ചെയ്യുവാനായിട്ട് ഉത്സാഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ അത് ആർക്ക് ചെയ്യുന്നു? നന്മ ചെയ്യുവാനായിട്ട് നീ ഉത്സാഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ അത് ആർക്ക് ചെയ്യുന്നു? വളരെ വ്യക്തമായ ചോദ്യം. 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം മുതൽ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് വളരെയേറെ ആഗ്രഹമുള്ളവരാണ്. നന്മ പ്രവർത്തനങ്ങൾ നമ്മൾ ധാരാളമായിട്ട് ചെയ്യുന്നവരുമാണ്. നമ്മളോടാണ് തിരുവചനം ചോദിക്കുന്നത്, നന്മ ചെയ്യുവാനായിട്ട് നീ ഉത്സാഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ അത് ആർക്ക് ചെയ്യുന്നു? നന്മ പ്രവൃത്തി എന്താണ് എന്നുള്ളതിന് തിരുവചനം എന്നോടും നിങ്ങളോടും ശ്രേഷ്ഠമായ ഒരു ഉപമയും പറഞ്ഞു തരുന്നുണ്ട്. നല്ല ശമരിയക്കാരൻ്റെ ഉപമ. നല്ല ശമരിയക്കാരൻ എന്ത് ചെയ്തുവോ അതാണ് സമൂഹത്തിൽ നാം ചെയ്യേണ്ട, ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട നന്മ. ഉപമ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് വിശദീകരിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പ്രധാനമായിട്ട് അതിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളുണ്ട്.
യാത്ര ചെയ്തു പോകുന്ന ശമരിയക്കാരൻ, അവനെ ആക്രമിക്കുന്ന ഒരു കവർച്ചാ സംഘം, അവൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന പുരോഹിതൻ, ലേവ്യൻ ഏറ്റവും ഒടുക്കത്തിൽ ശമരിയക്കാരനും അവൻ്റെ മുന്നിലൂടെ ചെല്ലുന്നു, അവനെ ആശുപത്രിയിൽ ആക്കുന്നു. യേശുതമ്പുരാനോട് പരീശന്മാർ പരീക്ഷണ അർത്ഥമാണ് ഈ ഉപമയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്കിലും അവൻ വളരെ വ്യക്തമായ ഒരു മറുപടി അവിടെ നൽകുന്നു. ആരാണ് നിന്റെ അയൽക്കാരൻ എന്നുള്ളതിന്, ആരാണ് നിന്റെ അയൽക്കാരൻ എന്നുള്ളതിന് വളരെ വ്യക്തമായ ഒരു മറുപടി അവിടെ പറയുന്നു. ഞാൻ ഈ ഉപമ പറഞ്ഞത് ഇതിൽ നിന്ന് നമുക്ക് 3 മനോഭാവങ്ങൾ, ഇന്നത്തെ ലോകത്തിൽ കാണുന്ന 3 മനോഭാവങ്ങളെ നമുക്ക്, 3 സംഘം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തവര് കവർച്ചക്കാരൻ. അവൻ്റെ മനോഭാവം എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവേഴ്സ് ഈസ് മൈൻ, ഐ വിൽ ടേക്ക് ഇറ്റ്. കവർച്ചക്കാരൻ്റെ മനോഭാവം എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവേഴ്സ് ഈസ് മൈൻ, ഐ വിൽ ടേക്ക് ഇറ്റ്. നിനക്കുള്ളത് എൻ്റേതാണ്, ഞാനത് എടുക്കും. അല്ലേ? യാത്ര ചെയ്തു പോയ മനുഷ്യൻ്റെ സന്നിധിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അത് പിടിച്ചു പറിച്ചെടുക്കുന്ന കവർച്ചാ സംഘത്തിൻ്റെ ഒരു മനോഭാവം. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്ന ഒരു വിഭാഗത്തിൻ്റെ മനോഭാവം ഇതാണ്. മറ്റുള്ളവൻ്റെ കയ്യിലുള്ളതിനെ പിടിച്ചു പറിച്ചെടുക്കുന്ന ഒരു മനോഭാവം. വാട്ട് ഈസ് യുവേഴ്സ് ഈസ് മൈൻ, നിൻ്റേത് എൻ്റേതാണ്, ഞാനതിനെ എടുക്കുമെന്നുള്ള ഒരു മനോഭാവം. രണ്ടാമത്തെ ഒരു മനോഭാവം കാണുന്നത് പുരോഹിതനിലും ലേവ്യനിലുമാണ്. അവരുടെ മനോഭാവം എന്ന് പറയുന്നത് വാട്ട് ഈസ് മൈൻ ഈസ് മൈൻ, ഐ വിൽ കീപ്പ് ഇറ്റ്. വാട്ട് ഈസ് മൈൻ ഈസ് മൈൻ, ഐ വിൽ കീപ്പ് ഇറ്റ്. എൻ്റേത് എന്താണോ അത് എൻ്റേത് മാത്രമാണ്, ഞാനതിനെ സൂക്ഷിക്കും. ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറല്ല. മറ്റുള്ളവർക്ക് എൻ്റെ നന്മയെ പങ്കിട്ട് കൊടുക്കുവാനായിട്ട് ഞാൻ യാതൊരു തരത്തിലും തയ്യാറല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം. ഈ രണ്ടാമത്തെ കൂട്ടരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് മൈൻ ഈസ് മൈൻ, ഐ വിൽ കീപ്പ് ഇറ്റ്. തമ്പുരാൻ നൽകിയിരിക്കുന്ന നന്മകളെ, തമ്പുരാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഇങ്ങനെ കൂട്ടിവെച്ചുകൊണ്ട്, ഇത് സമ്പത്തായാലും മറ്റ് അനുഗ്രഹങ്ങളായാലും കൂട്ടി വെച്ചുകൊണ്ട് ആർക്കും കൊടുക്കാതെ, സഹോദരൻ മുട്ടുള്ളവനായി കണ്ടാലും അവന് കൊടുക്കാതെ കൂട്ടിവെക്കുന്ന ഒരു മനോഭാവമുള്ള ആളുകൾ. സഹോദരൻ ആപത്തിൽപ്പെട്ട് കിടക്കുന്നവനായി കണ്ടപ്പോൾ വന്ന പുരോഹിതനും ലേവ്യനും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ രക്ഷിക്കാതെ പോകുന്ന കൂട്ടരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് ലഭിച്ച നന്മ അവർക്ക് മാത്രമായിട്ട് അങ്ങനെ സൂക്ഷിച്ചു പോകുന്ന ഒരു വിഭാഗം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ശമരിയക്കാരനെയാണ്. ശമരിയക്കാരനിൽ കാണുന്ന മനോഭാവം എന്ന് പറയുന്നത് വാട്ട് ഈസ് മൈൻ ഈസ് യുവേഴ്സ്, ഐ വിൽ ഷെയർ ഇറ്റ്. വാട്ട് ഈസ് മൈൻ ഈസ് യുവേഴ്സ്, ഐ വിൽ ഷെയർ ഇറ്റ്. എനിക്ക് എന്താണോ തന്നിട്ടുള്ളത്, ദൈവം എനിക്ക് എന്ത് നന്മയാണോ നൽകിയിട്ടുള്ളത്, അത് നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ്, ഞാനതിനെ പങ്കിടുവാനായിട്ട് തയ്യാറാണ് എന്നുള്ള മൂന്നാമത്തെ മനോഭാവം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിൽ ഏത് മനോഭാവമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുക. നന്മ ചെയ്യുവാനായിട്ട് നീ ഉത്സാഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ ആർക്ക് ചെയ്യുന്നു? നന്മ ചെയ്യുന്നതിലെ ഉദാഹരണത്തിൽ നമ്മൾ കാണുന്ന 3 മനോഭാവങ്ങളാണ് ഇവ. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഇതിലെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്തുവാനായിട്ട് സാധിക്കും. ഒന്നുകിൽ പിടിച്ചു പറിക്കുന്ന കവർച്ചക്കാരൻ്റെ, അല്ലെങ്കിൽ അവനവൻ്റേതായി മാത്രം കാണുന്ന പുരോഹിതന്റെ മനോഭാവം. ഇന്നത്തെ ലോകത്തിൽ ആ ഒരു മനോഭാവമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ആരുടെയും പിടിച്ചു പറിക്കാനൊന്നും പോയില്ലതും എനിക്കുള്ളത് എൻ്റേത്, മറ്റുള്ളവൻ അതിന്മേൽ യാതൊരു അവകാശവുമില്ല എന്ന് കരുതി ജീവിക്കുന്ന ഒരു മനോഭാവം. പക്ഷേ യേശു തമ്പുരാൻ എന്നോടും നിങ്ങളോടും പറയുന്നു, എനിക്ക് നിങ്ങൾക്കും വേണ്ടത് മൂന്നാമത്തെ മനോഭാവമാണ്. നന്മ ചെയ്യുവാനായിട്ട് ഉത്സാഹിക്കുന്ന നിനക്ക് വേണ്ടത് മൂന്നാമത്തെ മനോഭാവമാണ്. വാട്ട് ഈസ് മൈൻ ഈസ് യുവേഴ്സ്, ഐ വിൽ ഷെയർ ഇറ്റ്. തമ്പുരാൻ നൽകിയിരിക്കുന്ന നന്മകളെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്തുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. ധാരാളമായിട്ട് നൽകിയിരിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ സഹോദരൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകുമ്പോൾ തമ്പുരാൻ അതിനെ വർദ്ധിപ്പിച്ചു തരും. തമ്പുരാൻ അതിനെ അനുഗ്രഹിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. വലിയ നോമ്പ് കാലഘട്ടം കടന്നുപോയി. ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചവരാണ്. ഇതിൽ വ്യാഴാഴ്ച 9-ാം മണി നമസ്കാരത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ദരിദ്രൻ ഇങ്ങോട്ട് വന്നിട്ടല്ല,
നീ അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ്റെ ഉദരത്തെ നിറയ്ക്കുകയാകുന്നു വേണ്ടത്. ഭൂസ്വഭാഗത്തിലുള്ളതാ. ദരിദ്രൻ ഇങ്ങോട്ട് വന്നിട്ടല്ല, നീ അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ്റെ ഉദരത്തെ നിറയ്ക്കുകയാകുന്നു വേണ്ടത്. അതിനുള്ള ഒരു കാരണം ഇവിടെ പറയുന്നുണ്ട്, വളരെ വ്യക്തമായ ഒരു കാരണം. നിലങ്ങൾ കൃഷിക്കാരുടെ പിന്നാലെ പോയിട്ടല്ല, കൃഷിക്കാർ തന്നെ വിത്തിനെ വഹിച്ചുകൊണ്ട് വിതയ്ക്കുവാൻ നിലങ്ങളിലേക്ക് പുറപ്പെടുകയത്രേ ചെയ്യുന്നത്. നിലങ്ങൾ കൃഷിക്കാരുടെ പിന്നാലെ പോവുകയല്ല, കൃഷിക്കാർ തന്നെ വിത്തിനെ വഹിച്ചുകൊണ്ട് നിലങ്ങളിലേക്ക് പോവുകയത്രേ ചെയ്യുന്നത്. എത്ര പേര് ഈ പ്രാർത്ഥന ഓർക്കുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നിലങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മുടെ സഹായം, നമ്മുടെ നന്മ, നമ്മുടെ കനിവ് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം പുറത്തുണ്ട്. അതാണ് നിലമെന്ന് പറയുന്നത്. നമ്മൾ വഹിച്ചു കൊണ്ടുപോകുന്ന വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലുള്ള നന്മ പ്രവൃത്തികളാണ്. ഈ നന്മ പ്രവൃത്തിയും വെച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഇരുന്നാൽ നിലം ഇങ്ങോട്ട് വരണമെന്നല്ല കർത്താവ് പറയുന്നത്. നിലങ്ങളെ അന്വേഷിച്ച് വിത്ത് കൊണ്ട് നമ്മൾ പുറപ്പെടണം. സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിയുന്ന നന്മ ചെയ്യണം. വിത്തിനെ വഹിച്ചുകൊണ്ട് വിതക്കാർ തന്നെ നിലങ്ങളിലേക്ക് പുറപ്പെടുകയത്രേ ചെയ്യുന്നത്. വീണ്ടും അവിടെ പറയുന്നുണ്ട്, ദരിദ്രൻ വന്ന് നിന്റെ വാതിക്കൽ മുട്ടുമ്പോൾ കർത്താവ് ഭക്ഷണം നൽകിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിടുകയല്ല വേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ ആ വചനം വ്യർത്ഥവും പ്രയോജനമില്ലാത്തതുമായി തീരും. നീ അവന് ഭക്ഷണം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ, ഭക്ഷണം നൽകിയിട്ട് കർത്താവാണ് തന്നത് എന്ന് പറഞ്ഞാൽ, നിന്നേക്കാൾ കൂടുതലായി അവനെ പോറ്റുന്നവൻ ആരാണ് എന്ന് അവൻ അറിയും. നിന്നേക്കാൾ കൂടുതലായിട്ട് അവനെ പോറ്റുന്നവൻ ആരാണ്, അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് അവൻ അറിയുമെന്ന് തിരുവചനം നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. കർത്താവിൽ അനുഗ്രഹീതരെ, ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ ധാരാളമായിട്ട് ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അന്ത്യന്യായവിധിയുടെ സമയത്ത് നമ്മൾ ഈ ലോകത്തിൽ സംഹരിച്ച ആരോഗ്യമോ ധനമാനങ്ങളോ സ്ഥാനമാനങ്ങളോ യാതൊന്നും, സമ്പത്ത് ഉൾപ്പെടെ ഒന്നും കണക്കിടപ്പെടുകയില്ല. ആകെ കണക്കിടുന്നത് നമ്മൾ ചെയ്ത നന്മയാകട്ടെ തീയതാകട്ടെ. ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് പറയുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: നന്മയാകട്ടെ, നല്ലതാകട്ടെ, തീയതാകട്ടെ, അവനവൻ ചെയ്ത പ്രവർത്തനത്തിന് കണക്ക് ചോദിക്കുന്ന സമയം. നല്ലതാകട്ടെ തീയതാകട്ടെ, അവനവൻ ചെയ്ത പ്രവൃത്തികൾക്ക് കണക്ക് ചോദിക്കുന്ന ഒരു സമയം വരും. അവിടെ വില നമ്മുടെ നന്മ പ്രവൃത്തികൾ മാത്രമാണ്. സമ്പത്തോ ബന്ധുമിത്രാദികളോ ഈ ലോകത്തിൽ നമുക്കുള്ള യാതൊന്നും അവിടെ വില പോവുകയില്ല. ഈ ലോകത്തിൽ നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തികൾ മാത്രമേ അവൻ്റെ സന്നിധിയിൽ നല്ലതായിട്ട് കണക്കിടപ്പെടുകയുള്ളൂ. കഴിയുന്നത്ര നന്മകൾ ദൈവം തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കണം. നന്മ നീ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആർക്ക് ചെയ്യുന്നു? ഇനി വീണ്ടും മനുഷ്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിലും പറയുന്നുണ്ട്. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. വളരെ ശരിയല്ലേ? ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. നന്മ ചെയ്യുവാൻ നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിലും പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്തു പോകുന്നത് തിന്മ പ്രവർത്തികളാണ്. ഇനി ഈ തിന്മ പ്രവർത്തികൾക്ക് കാരണമായിട്ട് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ ജഡത്തിൽ സ്ഥിതി ചെയ്യുന്ന പാപമത്രേ എന്നെ കൊണ്ട് ഈ തിന്മ ചെയ്യിക്കുന്നത്. എൻ്റെ ജഡത്തിൽ സ്ഥിതി ചെയ്യുന്ന പാപമത്രേ എന്നെ കൊണ്ട് ഈ തിന്മ ചെയ്യിക്കുന്നത്. പാപത്തെ ഒഴിവാക്കിയാൽ തിന്മ പ്രവൃത്തികളെ ഒഴിവായി പിന്നെ ഉള്ളത് നന്മ പ്രവൃത്തികൾ മാത്രമാണ്. ലോകത്തിൽ നിന്ന്, മണ്ണിൽ നിന്നൊക്കെ ലോഹത്തെ കുഴിച്ചെടുക്കുമ്പോൾ അതിന് നമ്മൾ ഓർ അല്ലെങ്കിൽ അയിര് എന്ന് പറയും. അതിനെ കുഴിച്ചെടുക്കുന്ന അവസരത്തിൽ അത് മാലിന്യം കൂടി ചേർന്നതായിരിക്കും. അതിനെ ശുദ്ധീകരിച്ച് എടുത്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ഉപകാരമുള്ള ലോഹത്തെ ലഭിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തികളിലും നന്മയും തിന്മയും ഉണ്ടായേക്കാം. കാരണം ജഡത്തിൽ സ്ഥിതി ചെയ്യുന്ന പാപം നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിച്ചേക്കാം. ആ തിന്മയെ ഒഴിവാക്കിക്കൊണ്ട് നന്മയെ നമ്മൾ ശേഖരിക്കുന്നുവെങ്കിൽ, തുടർന്ന് നന്മയിലൂടെ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതവും ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ആയിത്തീരും. നന്മ ചെയ്യുവാനായിട്ട് നീ ഉത്സാഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആർക്ക് ചെയ്യുന്നു? അവൻ്റെ സന്നിധിയിൽ നമുക്ക്
ധൈര്യമായിട്ട് മറുപടി പറയുവാനായിട്ട് സാധിക്കണം. എൻ്റെ നാഥ, നിന്റെ സന്നിധിയിൽ നന്മ പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനതിന് ഉത്സാഹമുള്ളവനാണ്, ഞാനത് ചെയ്യുന്നത് അർഹിക്കുന്നവർക്ക് തന്നെയാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. നന്മ പ്രവൃത്തികൾ കേവലം കാട്ടിക്കൂട്ടലുകൾ അല്ല, കേവലം മനുഷ്യരുടെ മുമ്പാകെ കാണിച്ചു കൂട്ടുന്ന ഒരു പ്രക്രിയയായിട്ട് നന്മ പ്രവൃത്തികൾ കുറഞ്ഞു പോകരുത്. ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയാതെ ചെയ്യണമെന്ന് കൽപ്പിച്ച ഒരു യേശുനാഥനാണ് നമുക്ക് ഉള്ളത്. വാരിക്കോരി ദരിദ്രർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. ശമരിയക്കാരൻ്റെ മനോഭാവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ നമ്മൾ പലപ്പോഴും പ്രവർത്തിച്ചു പോകുന്നത്. ദൈവമേ, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാക്കരുതേ എന്ന് അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കൂടി നമുക്ക് സാധിക്കണം. നീ ഇച്ഛിക്കുന്ന, നിനക്ക് ഹിതകരമാകുന്ന നന്മ പ്രവൃത്തികളെ നിന്റെ സന്നിധിയിൽ പ്രവർത്തിക്കുവാനായിട്ട് അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടും കൂടി സാധിക്കണം. വീണ്ടും നന്മ പ്രവർത്തിക്കുന്നവർക്കുള്ള 3 പ്രതിഫലങ്ങളെക്കുറിച്ച്, റിവാർഡുകളെക്കുറിച്ച് കൂടി ഈ തിരുവചനത്തിൽ നമ്മളോട് ലഭിക്കുന്നുണ്ട്. സദൃശ്യവാക്യ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയാൽ തൃപ്തി വരും. നല്ല മനുഷ്യനോ തൻ്റെ നന്മ പ്രവൃത്തിയാൽ, നല്ല പ്രവൃത്തിയാൽ തൃപ്തി വരും. അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നിനക്ക് തൃപ്തി ഉണ്ടാകും. കാരണം നീ അവൻ്റെ സന്നിധിയിൽ ചെയ്യുന്നത് നന്മ പ്രവൃത്തികളാണ്. വീണ്ടും ലഭിക്കുന്ന ഒരു നൽവരം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാമത്തെ വാക്യം: ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. അതാണ് നമ്മുടെയും ആഗ്രഹം. കാരണം നമ്മൾ അവിടുത്തെ ശുശ്രൂഷകരാണ്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒപ്പമാണ് എന്ന് സുവിശേഷത്തിലൂടെ അവൻ നമുക്ക് ഉറപ്പ് തരികയാണ് ചെയ്യുന്നത്. വീണ്ടും ദാനിയേൽ പ്രവചനം അതിൻ്റെ 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ മറ്റൊരു നൽവരത്തെക്കുറിച്ച് പറയുന്നു: പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർ, അഥവാ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും. ഈ പുണ്യഭൂമിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ പരിമല തിരുമേനി തൻ്റെ ഈ ലോക ജീവിതത്തിൽ ധാരാളമായിട്ട് നന്മകളെ ചെയ്ത ഒരു പരിശുദ്ധൻ, ജീവിച്ചിരുന്നപ്പോഴേ നന്മ പ്രവൃത്തികൾ കൊണ്ട് തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി തീർത്ത ഒരു ഉത്തമ ഗുരുഭൂതൻ. അദ്ദേഹവും ഈ വാക്യത്തിനൊരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലരെയും നീതിയിലേക്ക് തിരിക്കുക, അഥവാ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവർ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. ഒരു നക്ഷത്രത്തെ പോലെ ഉദയസൂര്യൻ്റെ ശോഭയോടുകൂടി ഇവിടെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന, ഇവിടെ നിന്ന് ഒഴുകുന്ന അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ഈ പരിശുദ്ധൻ നന്മ പ്രവൃത്തികൾ കൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടനായി തീർന്നത്. സുകൃത ജീവിതം കൊണ്ടാണ് ദൈവം തമ്പുരാന് ഇഷ്ടനായിട്ട് തീർന്നത് എങ്കിൽ നമ്മുടെ ജീവിതവും സുഹൃത ജീവിതമായി തീരേണ്ടതിനും നമ്മുടെ ജീവിതവും നന്മ പ്രവൃത്തികളെ നിറയേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ദേവാലയത്തിലിരുന്ന് ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിലിരുന്ന് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നവനായ യേശു തമ്പുരാൻ ഈ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ വന്ന് നമ്മളോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു: വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണോ നീ? ദൈവസന്നിധിയിൽ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണോ നീ? നൽകിയിരിക്കുന്ന താലന്തുകളെ അവൻ്റെ നാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ, അവയെ വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ നീ വിശ്വസ്തനാണ്, ബുദ്ധിമാനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് മറുപടി പറയുവാനായിട്ട് സാധിക്കണം: ദൈവമേ, നിന്റെ സന്നിധിയിൽ എന്നെ അപ്രകാരം ആക്കി തീർക്കണമേ എന്ന്. രണ്ടാമതായിട്ട് നമ്മൾ ചോദിച്ചു കേട്ട ഒരു ചോദ്യം ഇതാണ്: അവൻ നമുക്ക് എന്തെല്ലാം ഇളച്ചു തന്നിരിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടോ? നമ്മുടെ ഘോരമായ പാപങ്ങളെ കാൽവരിയുടെ മുകളിൽ മുഴുവനായിട്ട് ഇല്ലായ്മ ചെയ്ത ഒരു യേശു തമ്പുരാൻ,
വീണ്ടും പാപത്തിൽ അകപ്പെട്ടു പോയാൽ മോചിക്കുവാനായിട്ട് കൂദാശകളെ ഭരമേൽപ്പിച്ചു തന്ന ഒരു യേശു തമ്പുരാൻ, അവനാണ് നമ്മുടെ പാപങ്ങളെ എല്ലാം ഇളച്ചു തന്നത്. ഈ ഇളച്ചു തന്നവൻ യജമാനനെ സ്നേഹിച്ചതുപോലെ മുഴുവനായിട്ട് ഇളച്ചു തന്ന നീ മുഴുവനായിട്ട് നിന്റെ സൃഷ്ടാവിനെ, നിന്റെ രക്ഷിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതിന് അനുസൃതമായ, സ്നേഹിക്കുന്നതിന് അനുസൃതമായ ഒരു ജീവിതമാണോ നീ നയിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുക. എന്തെല്ലാം ഇളച്ചു തന്നിരിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടോ? അതിനനുസരിച്ചാണോ നീ ജീവിക്കുന്നത്? അവൻ്റെ സന്നിധിയിൽ അതേ കർത്താവേ എന്നുള്ള മറുപടി പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, കഷ്ടതയോടുള്ള നിന്റെ സമീപനം എന്താണ്? ഇങ്ങനെ ക്രിസ്തു കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ മഹത്വത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് അവനോടുകൂടി അവന് വേണ്ടി കഷ്ടത അനുഭവിക്കുക എന്നുള്ളതാണ്. പാട്ടുകാരൻ പാടുന്നുണ്ട്, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടും കൂട്ടാളിയായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടും കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടതകൾ ഈ ലോകത്തിൽ ഏറി വരുന്നുവെങ്കിൽ ക്രിസ്തുവിനോട് കൂടി കഷ്ടമനുഭവിക്കുവാനുള്ള വലിയൊരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നോർത്ത് നമ്മൾ കഷ്ടതയിലും സന്തോഷിക്കുക. ലേഖകൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടമനുഭവിക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാലാമതായിട്ട് തിരുവചനത്തിൽ നിന്ന് നമ്മളോട് ചോദിച്ചു കേൾക്കുന്ന ചോദ്യം ഇതാണ്, നന്മ ചെയ്യുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ അത് ആർക്ക് ചെയ്യുന്നു? തന്നിരിക്കുന്ന ആയുസ്സിൽ കഴിയുന്നത്ര നന്മ പ്രവൃത്തികളെ അവൻ്റെ സന്നിധിയിൽ ചെയ്യുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ധാരാളമായിട്ടുള്ള നന്മ പ്രവൃത്തികളെ ചെയ്തുകൊണ്ട്, നല്ലതിനെ ചെയ്തുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നമ്മുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അന്ത്യന്യായവിധിയുടെ സമയത്ത് കണക്ക് പുസ്തകമൊക്കെ തുറന്നു നോക്കുമ്പോൾ കൊള്ളാം, ധാരാളം നന്മ ചെയ്തവനെ നീ എൻ്റെ അവകാശത്തിലേക്ക്, എൻ്റെ പറുദീസയുടെ അനുഭവത്തിലേക്ക് വരിക എന്നുള്ള ഇമ്പകരമായ ശബ്ദം കേൾക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ കഴിയുന്നത്ര നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കണം. നന്മ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ തൃപ്തി വരും. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും. നന്മ പ്രവൃത്തി ചെയ്യുന്നവൻ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുമെന്ന് അരുളി ചെയ്ത ഒരു ദൈവം തമ്പുരാൻ നമ്മളോട് കൂടെ ഉണ്ട്. നക്ഷത്രത്തെ പോലെ പ്രകാശിച്ച ഒരു പരിശുദ്ധൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യവും നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിൽ നിന്നുള്ള പ്രകാശത്തെ സ്വീകരിച്ച് നമുക്ക് ആ പ്രകാശത്തെ അയച്ചു തരുന്ന ഒരു പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിലാണ്, സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തെ, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ, നന്മകളെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിലിരുന്ന് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്ത യേശു തമ്പുരാൻ ഈ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ വന്നും നമ്മളോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇതിന് ദൈവം തമ്പുരാൻ്റെ സന്നിധിയിൽ ഉത്തമമായ മറുപടി നൽകുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. ചോദ്യങ്ങൾക്കും നല്ല ഉത്തരങ്ങളെ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് തലങ്ങളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ പരിശുദ്ധമാകുന്ന ദേവാലയത്തിൽ ഞങ്ങളിതാ നിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടങ്ങളെ അനുഭവിച്ച ഈ പരിശുദ്ധ ദിവസത്തിൽ നിന്നോടുകൂടി കഷ്ടം അനുഭവിക്കുവാനായിട്ട്, നിൻ്റെ കഷ്ടതകളെ ഓർക്കുവാനായിട്ടുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ദൈവമേ, നീ ദേവാലയത്തിലിരുന്ന് ചോദിച്ചുകൊണ്ട് 4 ചോദ്യങ്ങൾ ഞങ്ങൾ ശ്രവിച്ചു. നിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരും ബുദ്ധിമാന്മാരുമായിട്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ താലന്തുകളെ നിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇളച്ചു തന്നതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നിൻ്റെ മഹത്വത്തിൽ ആനന്ദിക്കുവാനുള്ള മാർഗമാണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
കഷ്ടതയിലും സന്തോഷിക്കുവാനായിട്ട്, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോക ജീവിതത്തിൽ കഴിയുന്നത്ര നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നന്മ ചെയ്ത് നിനക്ക് ഇഷ്ടന്മാരായിട്ട് തീരുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. വിവിധ ആവശ്യങ്ങളാൽ വലഞ്ഞിരിക്കുന്നവരെ അവിടുന്ന് തൃപ്തിപ്പെടുത്തണമേ. പരിശുദ്ധനായ പരിമല തിരുമേനി സകല ശുദ്ധിമാന്മാരുടെയും മധ്യസ്ഥത ഞങ്ങൾക്കെല്ലാവർക്കും കൂട്ടും കോട്ടയും കാവലുമായിരിക്കണമേ. ആയത് ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.